വല്ലാതെ ഭയന്നു പോയി പിതാശ്രീ. പക്ഷേ അയാൾ ഇവിടെ ഉറങ്ങുകയല്ലേ? ഇതെന്താണ്? അയാൾ യഥാർത്ഥത്തിൽ ഉറങ്ങുകയാണ്. ഈ വിഷസർപ്പം നിന്നെ ദംശിക്കുന്നതാണ്. അതിനുശേഷം നീ മരിക്കുന്നതാണ്. ഇതെന്താ, നമുക്ക് ഭ്രമം സംഭവിച്ചതാണോ? പുത്രി, നമുക്ക് മനസ്സിലാവും. നാല് ചുറ്റിനുമുള്ള സംഘർഷങ്ങൾ നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് രൂപവതി ഭ്രമക്കാഴ്ചകൾ കാണുകയാണ്. എല്ലാം ശരിയാവും. നീ ആശങ്കപ്പെടേണ്ടതില്ല. ദേവി, രൂപവതി അവിടുത്തെ അറയിലേക്ക് കൊണ്ടുപോകും. ശരി മഹാരാജൻ, അങ്ങ് അല്പം പോലും ആശങ്കപ്പെടേണ്ട. ഇപ്പോൾ തന്നെ രൂപവതിയെ നാം അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. വരൂ മകളെ. പുത്രി ഭയക്കേണ്ടതില്ല. മഹാരാജനുണ്ട്, നാമുണ്ട്. ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. രൂപവതി, സത്യമാണ്. നീ പറയുന്നത് സത്യമാണ്. നാം അനാഥനാണ്. പിതാവിന്റെ മരണദുഃഖം നമുക്കെങ്ങനെ അറിയാനാകും? എന്നാൽ അധികാരിയുടെ മരണത്തിന്റെ ദുഃഖം നിനക്ക് എത്രത്തോളം ഉണ്ടാകുന്നോ അതിന്റെ പല മടങ്ങ് നമുക്കുമുണ്ട്. നമ്മുടെ അധികാരി നമ്മെ സംബന്ധിച്ച് നമ്മുടെ പിതാവിനെ പോലെ തന്നെയായിരുന്നു. അല്ല മിത്രമേ, നാം നിന്നോട് പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. നാം നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മോട് നീ ക്ഷമിച്ചാലും സത്യത്തിൽ നാം കുറച്ച് നാമും അത് തന്നെയാണ് പറയുന്നത് ദേവദത്ത. ആവേശഭരിതനായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ട സമയമല്ലിത്. പക്ഷെ നമുക്കിനിയും ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. നീ തന്നെ പറയൂ, നമുക്കെങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയും? നമുക്കൊന്നും ഉചിതമായിട്ട് തോന്നുന്നേയില്ല. നിന്നെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുമില്ല. നമുക്ക് കഴിയുന്നുമില്ല. വിഷമാണ് ദേവദത്ത. നീ എന്തായാലും കൊട്ടാരത്തിൽ പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് നടക്കട്ടെ. പക്ഷെ നീ തനിച്ചു പോകാൻ പാടില്ല. നാമും ഉണ്ടാകും നിനക്കൊപ്പം. എന്നാൽ അവിടെയെല്ലാം വലിയ ആപത്താണ്. ഒരു മനുഷ്യന്റെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ആപത്തിന്റെയും വേളയിൽ മറ്റൊരു മനുഷ്യന് മാത്രമേ അവന് തണലാവാൻ സാധിക്കൂ. നാം നിന്റെ തണലാണ് ദേവദത്ത. നീ വേണമെങ്കിൽ എന്തും ചെയ്തുകൊള്ളൂ. എന്നാൽ നമ്മെ നിന്നിൽ നിന്നും അകറ്റരുത്. ഒരിക്കലും. സർപ്പം നിന്നെ ദംശിക്കുന്നതാണ്. അതിനുശേഷം നീ മരിക്കുന്നതാണ്.
ഹേയ്, നിങ്ങൾ ആരാണ്? ജാഗ്രത, ഇനിയൊരു ചൂട് മുന്നോട്ട് വെച്ചാ നിങ്ങളുടെ ആരും ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകില്ല. നിങ്ങൾ ആരാന്ന് പറ. എവിടുന്നാ വരുന്നത്? പറയാൻ. നാലു ചുറ്റും ഇപ്രകാരം ബഹളം കേൾക്കുന്നത് എന്താണ്? ഇവിടെ എങ്ങും ഒരു കാവൽഭടനെയും കാണാൻ സാധിക്കുന്നില്ലല്ലോ. രാജകുമാരി, ഈ രാത്രി ഇവിടെ തനിച്ച്? നാം അതൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ കൊട്ടാരത്തിലെ ഓരോ വ്യക്തിയും നമ്മുടെ ശത്രുക്കളാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ നിൽക്കുന്ന രാജകുമാരി രൂപവതിയുടെ പിതാവ് തന്നെയാണ് നമ്മുടെ പിതാവിന്റെ ഹത്യ നടത്തിയത്.